ആ ഇന്നലത്തേന്റെ ബാക്കി. ആ ആ ആ ആ എന്തെങ്കിലും കണ്ടോണ്ടിരിക്കുന്നു. ആ അങ്ങനെ തന്നെ വേണം, അങ്ങനെ തന്നെ വേണം. ആ ആ ആ എന്നാ നീ ഒരു കാര്യം ചെയ്യേ, ഇവിടെ ഇവിടെ വന്നിരുന്ന് കാണ്. നീ തുടക്കുകയാണോ അതോ ടി വി കാണുകയാണോ? ഏതെങ്കിലും ഒരു പണി ചെയ്യുകയാണെങ്കിൽ അത് മുഴുവൻ തീർക്ക്. 100 കൂട്ടം പണിയുണ്ട് വീട്ടില്. അതിനിടയിൽ വന്നിട്ട് ടി വിയിലേക്ക് നോക്കി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കാൻ മനുഷ്യനൊരു ഒരു സാധനം കാണാനും സമ്മതിക്കില്ല. അതിനിടയിൽ വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് നിൽക്കും. നേരത്തിന് ചോറും കിട്ടൂല. ചോറും കൂട്ടാനൊക്കെ റെഡി ആയിക്കണം ഉമ്മ. നേരം അതിന് വേറെ ഒരു പണിയില്ല. അടിച്ചു വരാണ്ട്, തുടയ്ക്കാനുണ്ട്, പാത്രം കഴുകാണ്ട്, ഇതൊന്നും ഇല്ലേ? എന്നാ പിന്നെ നിങ്ങളാണ് ചെയ്യുന്ന. അല്ല, നിന്നോട് ഇപ്പൊ ഇതിവിടെ വെക്കാനാണോ ഞാൻ പറഞ്ഞത്? എന്നാ പിന്നെ നിങ്ങൾ ചെയ്തോളിക്കോ ചെയ്യാന്. എല്ലാ പണിയും പൊട്ടിപ്പേർ എടുക്കുക വേണം. നിങ്ങളുടെ വായിലേക്കിടെ കേൾക്കും ചെയ്യും. അല്ല, നിന്നെ പിന്നെ എന്തിനായിട്ടേക്ക് കൊണ്ടുവന്ന്? എന്റെ മോനെ നയിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ നയിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ മൂക്കുമുട്ട തിന്നോണ്ടിരിക്കുമ്പോ നീ എന്തേലും ഒരു പണി ഇവിടെ ചെയ്യണ്ടേ? പണിയെടുക്കാൻ അങ്ങോട്ട് കൊണ്ടുവന്നത് നിങ്ങള്? പിന്നെ അല്ലാതെ എന്തിനാ? 50 പവനും മേടിച്ച് 2 ലക്ഷം കൊടുത്തിട്ട് ഇങ്ങനെ എടുക്കാനാ? 50 പവൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്റെ മോന് 100 പവൻ തരാന്ന് പറഞ്ഞിട്ട് അവനെ ചന്തം കണ്ടിട്ട് എടുത്തല്ലേ നിന്നെ? 100 പവൻ നിങ്ങളുടെ മോനിക്ക്. അല്ല, എന്തേ കൊച്ചിന്ന് രാജാവ് വരും നിങ്ങളുടെ മോനിക്ക്. എന്റെ മോന്റെ പവർ കൊണ്ടാണ് നീ ഇപ്പൊ ഇവിടെ ഇങ്ങനെ 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 ഞെളിഞ്ഞു നിൽക്കുന്നത്. ഞാൻ അങ്ങനെ അങ്ങനെ ഞെളിഞ്ഞിക്കുന്നത് മോന്റെ പവറും കൊണ്ടല്ല. ഇന്റെ എന്താക്കിയാണ് മുതലേറ്റാ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ഇവിടെ പണി എടുക്കാനാണ്. നീ ഇവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ പണി എടുക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ നിന്നാ മതി. മനസ്സില്ല. 3 നേരം വെറുതെ ഇരുന്ന് മൊബൈലിൽ ഇരുന്നിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് പണിയെടുത്തരൊക്കെ മനസ്സില്ല. ഞാൻ ഇവിടെ മുഴുവനും പണി എടുത്ത് കഴിഞ്ഞ് എന്റെ മാവൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് എനിക്ക് ഇങ്ങനെ ഞെളിഞ്ഞിരുന്ന് ടി വി കാണാനാ. ടി വി കാണാനുണ്ടാവുള്ളൂ. അകത്തൊന്നും പോല കാറ്റ് കളിച്ചോളി. അതിനിപ്പോ നീ ഇവിടെ നിന്നെങ്കിലല്ലേ? എന്റെ സ്ത്രീധന പൈസ ഇങ്ങോട്ട് തന്നേക്ക്. ആ പൈസ എടുത്തിട്ടില്ല മോളെ കെട്ടിച്ചത് അല്ലേ? 10 പവൻ എടുത്തിട്ട് അത് ഇങ്ങോട്ട് തന്നേക്ക്. ഞാൻ അതൊക്കെ നമ്മുടെ സമുദായത്തിൽ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളുടെ സമുദായത്തെ കുറിച്ചിട്ട് പറയല്ലേ? എന്റെ മുതലും പോയി. നല്ലൊരു കുടുംബത്തിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോ അന്നേ ഞാൻ പറഞ്ഞതാ ഇങ്ങനത്തെ ഒരു മരണത്തിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണ്ട. അല്ലെങ്കിൽ ഞാൻ എന്റെ അന്തോട് പറഞ്ഞ ഈ തള്ളയത്തേക്ക് വരണ്ടാന്ന്. എന്തായാലും തള്ളക്ക് കുഴപ്പം? ആ തള്ളക്ക് എന്താ ഇല്ലാത്തത്? ഒന്ന് സഹായിക്ക. അതില്ല. ഓർഡർ ഇടാൻ എടുക്കുക. അച്ചാർ വേണം, ഉപ്പേരി വേണം, അത് വേണം, ഇത് വേണം, എല്ലാം വേണം. വേണം. എന്റെ മോൻ പണിയെടുത്ത് കൊണ്ടുവരുന്നതാണ്. എനിക്കിത് ഇവിടെ ഇരുന്ന് തിന്നണേ. എന്റെ പൊന്നും മങ്ങളുടെ മോൻ പണിയെടുത്ത് കൊണ്ടുവരുന്ന തന്നെയാണ്. ഞാൻ സമ്മതിച്ചു. ഞാൻ ഇവിടുത്തെ പണിക്കാർക്ക് ആവാം. പക്ഷെ ഒരു നന്ദിയുള്ള ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നീ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ രാവിലെ മുതൽ പണിയെടുക്കുക. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാ പണിയും കഴിഞ്ഞെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാലും നിനക്ക് ലേശം നേരം ടി വി കാണാനില്ല. നീ കാണണ്ട. എന്നാലും ഒരു കാര്യം ചെയ്തോളൂ. റിമോട്ടിന് മേടിച്ചു. എനിക്ക് മോനെ വേണ്ട. എന്റെ മോന് 100 പെണ്ണിനെ കിട്ടും. നീ മാത്രമല്ല, നീ പോയി കഴിഞ്ഞാൽ എന്റെ മോന് 100 പെണ്ണിനെ കിട്ടും. ഞാൻ ഇന്നിപ്പോ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്റെ മോനെ ഇന്നാളും കൂടി ചോദിച്ചോളൂ, നിങ്ങളുടെ മോൻ കല്യാണം കഴിച്ചോന്ന് എന്നെ കൊണ്ടേ കൊടുക്കായിരുന്നില്ല. കൊച്ചിയിലെ രാജകുമാരിക്ക് മോനെ എടുത്തിട്ട് എന്തെങ്ങട്ട് എന്റെ അടുത്തേക്ക് പോണത്? എന്റെ വാപ്പ പറഞ്ഞാൽ ആദ്യമേ തന്നെ ബന്ധം വേണ്ടെന്നുള്ളത്. പിന്നെ മോനെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളെ മോനും എന്റെ മോൻ പറഞ്ഞല്ലോ, ഞാൻ പറയുന്നതാണ് ഇവിടെ നടക്കുക. ആരുടെ തോന്നൽ മാത്രമാണ്. നിന്നോടിപ്പോ ഞാൻ എന്താ പറഞ്ഞത്? എനിക്ക് മനസ്സില്ല ഇവിടുത്തെ പണിയെടുക്കാൻ. നീ എനിക്കൊരു ചായ ഉണ്ടാക്കി കൊണ്ടാ. എന്നെ കൊണ്ടൊന്നും വയ്യ. യൂറ്റിനായിരുന്നു ചായ ഉണ്ടാക്കി തരാൻ. ചേർ നേരം നോക്കിയല്ലോ ചായ ചെയ്തെന്ന ഒരു നന്ദി ഉണ്ടോ? അതുമില്ല. മകളുടെ വന്ന കുറ്റങ്ങൾ ബില്ല് പോലെ കൊടുക്കണം. നിന്റെ മോളെ അവിടെ അടങ്ങി ഒതുങ്ങി അച്ചടക്കത്തോടു കൂടി ജീവിക്കുക. അങ്ങനെയാ ഞാൻ അവളെ പറഞ്ഞയച്ചേക്കുന്നത്. അല്ലാതെ നിന്റെ പോലെ നിന്റെ തള്ള ഇങ്ങനെ എങ്ങനെയെങ്കിലും കാണിച്ചിട്ട് പറഞ്ഞു വിട്ടതല്ല. ശരിയാ. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ മോളുടെ അമ്മയമ്മ എന്നോട് നിങ്ങളെ മകളുടെ കുറച്ച് ഗുണവ്യതിയാരങ്ങൾ പറഞ്ഞത്. 8 മണിക്ക് നീക്കും, ചായയും കടി ഉണ്ടാക്കൂല, ഹോട്ടലിൽ നിന്ന് മേടിക്കാണ്, ഉച്ചക്കത്തെ 4 മണിക്ക്. എന്റെ മോളെ ഞാൻ അങ്ങനെ പണിയെടുപ്പിക്കാനല്ല അങ്ങോട്ട് വിട്ടത്. അത് പറ്റൂല. എന്റെ മോൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നല്ല പണി നീ എടുക്കണം. നിങ്ങളുടെ മകൾക്ക് ഒരു ന്യായം, ഇക്കൊരു ന്യായ. അതിനെന്താ കുഴപ്പം? എന്റെ മോളെ ഞാനും 100 പവനും കൊടുത്ത് കല്യാണം കഴിപ്പിച്ച് വിട്ടതേ എന്തിനു വേണ്ടിട്ടാന്നറിയോ? അവൾക്ക് അവിടെ പോയിട്ട് പണിയെടുക്കാനല്ല. നീ ഒരു 50 പവൻ കൊണ്ടുവന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ 50 പവൻകാരുടെ 10 പവനിലുണ്ടായിരുന്നല്ലോ. എന്റെ ഏത് 10 പവൻ? പിന്നല്ലാണ്ട് എന്റെ 10 പവനും കൂടെ കൂട്ടിട്ട് മകൾക്ക് 50 100 പവൻ ഉണ്ടാക്കി കൊടുത്തത്. എന്താണ് ഇവിടെ പുറത്തേക്ക് കേൾക്കാണ്ടല്ലോ? എന്താണത്? എന്താ ഇവിടെ ബഹളം? ഇവൾക്ക് മര്യാദക്ക് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എനിക്കൊന്നും മര്യാദക്ക് ടി വി കാണാൻ കഴിയുന്നില്ല ഇവിടെ. വഴക്ക് പറയുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ പറയുന്നോണ്ടിരിക്കണത്?
ഞാനേ ഞാൻ അവളും കൂടി പല വർത്താനവും പറയും. ഈ അതിനകത്ത് കേറിയിട്ട് വന്നിട്ട് ഇതാക്കണം. നിനക്ക് എനിക്കൊരു തൊഴിൽ നന്നാ ഞങ്ങൾ തന്നെയല്ലേ ഒരു പണം തൊട്ടി ഈ അടിക്കാനൊന്നും നിക്കണ്ട, നീ അടിക്കാനും കുത്താനൊന്നും നിക്കണ്ട. നിന്റെ പണിയെടുത്തോ. അത് ഞങ്ങൾ തമ്മിൽ പറയണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ട് തീർത്തോളൂ. അത്രേ ഉള്ളൂ. നീ അതിനിടയിൽ കയറി വന്നിട്ട് ചിത്തറയൊന്നും കണ്ടട്ടാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ ഞങ്ങൾ ഇവിടെ ഉണ്ട്. മനസ്സിലാവണ്ട? അമ്മ ചായ ഉണ്ടാക്കി തരാം. മോളെ ഒരു ചായ ഉണ്ടാക്കി കൊണ്ടുപോവാ. അമ്മ ചായ ഉണ്ടാക്കി തരാം. വേറെ എന്റെ മനയിൽ പണ്ടെങ്കിൽ കാണിച്ചായിരുന്നു ഞാൻ. ഓനതിനിടയിൽ കിടന്നിട്ട് ഇളകി കളിക്കണം. നിങ്ങൾ എന്നെ കുറ്റക്കാരൻ. എന്തൊരു ഇടങ്ങറാണിത്. രണ്ടിന്റെ ഭാഗത്തു നിന്നൂടാ. കൈതമുള്ളിന്റെ പോലെ അങ്ങോട്ടും ഒഴിയാൻ പറ്റില്ല, ഇങ്ങോട്ടും ഒഴിയാൻ പറ്റില്ല. അപ്പ കുളത്തും കയ്യുമ്മ. എന്താണിത്? ഒരു ചായ എടുത്തു വിടണി. പോയി പണിയൊക്കെ മനസ്സില്ല. ഉമ്മ എനിക്ക് മനസ്സില്ല. രണ്ടും കണക്കാണല്ലോ. വല്ലാത്തൊരു ഗതികേടിന്റെ റബ്ബേ. ഞാൻ ഹോട്ടലിൽ പോയി കഴിച്ചോളാം, അവിടെ ചായ കിട്ടാണ്ടിരിക്കൂലല്ലോ.